ഹായ് ഹലോ. നമുക്കിന്ന് ഈസി ആയിട്ടുള്ള റാവുത്തർ ബിരിയാണി റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാൻ നോക്കണേ. വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇത് സ്പെഷ്യൽ നമുക്ക് കല്യാണ വീട്ടിൽ കിട്ടില്ലേ ആ ഒരു ബിരിയാണീൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ ലാസ്റ്റ് വരെ. അപ്പോൾ ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഒരു സ്പൂണ് ഞാൻ നെയ്യ് ഒന്ന് ചേർത്തിട്ടുണ്ട്. അതിന് ശേഷം പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇത് മൂന്നെണ്ണം ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പൊട്ടിയതിന് ശേഷം നമുക്ക് വെല്ലുള്ളിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് മൂന്നെണ്ണം ഒന്ന് നന്നായിട്ട് ഫ്ലേവർ വന്നിട്ട് ഈ ഓയിലും ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് പൊട്ടിക്കാൻ പറയണത്. അതിന് ശേഷം ഞാനിവിടെ മട്ടൻ്റെ കൊഴുപ്പില്ലേ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കൊടുത്തല്ലേ ഇത് ചേർക്കുമ്പോഴില്ലേ നല്ല ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുക. നമ്മളിപ്പോൾ ഏത് ബിരിയാണി എടുത്താലും, ബീഫ് ബിരിയാണി എടുത്താലും, ചിക്കൻ ബിരിയാണി എടുത്താലും, ഏത് ബിരിയാണിക്കായാലും കുറച്ച് മട്ടൻ്റെ ഒന്ന് കൊഴുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ അതിന് ശേഷം ഞാനിവിടെ 4 പച്ചമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പോലെ നിങ്ങൾ പച്ചമുളക് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 4 വെല്ലുള്ളിയാണ് കേട്ടോ. അത് നമ്മുടെ ബിരിയാണീൻ്റെ അളവനുസരിച്ച് പോലെ എടുത്തു കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ വെക്കുന്നത് 1 കിലോനും അതിൻ്റെ കുറച്ചും കൂടി 1.25 അതിൻ്റെ അളവിലാണ് കേട്ടോ ഞാൻ ബിരിയാണി എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 വെള്ളിയുള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് മുറിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വേഗം ഒന്ന് വാടിക്കിട്ടും. പിന്നെ ഞാൻ പറയുന്ന പോലെ എപ്പോഴും ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ട് കൊടുത്താൽ വേഗം ഒന്ന് വാടിക്കിട്ടും. ഇതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആക്കണം കേട്ടോ. അപ്പോഴാണ് റാവുത്തർ ബിരിയാണി നല്ല കളറും ടേസ്റ്റും കിട്ടുക കേട്ടോ. എപ്പോഴും ഉള്ളി ഇതുപോലെ എടുക്കാൻ നോക്കണം കേട്ടോ. നല്ല വഴറ്റാൻ നോക്കണം. അതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ. വെളുത്തുള്ളി ഒരു ബൗൾ നിറയെ എടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ്സോളം എടുത്തിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആദ്യം ഫസ്റ്റ് വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ചെറിയുള്ളി ഒന്ന് ചേർക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ വീഡിയോ ഒന്ന് വേഗം ഒന്ന് സ്പീഡാക്കിയതാണ് കേട്ടോ. പിന്നെ ചെറിയുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചെറിയുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് ഇതേപോലെ നമ്മുടെ ബിരിയാണിക്ക് അളവനുസരിച്ച് പോലെ ചേർത്ത് കൊടുക്കുക. ഇതേപോലെ ഞാനിത് 2 ഗ്ലാസ്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചെറിയുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നന്നായിട്ടൊന്ന് മായം വരും കേട്ടോ. അപ്പോൾ ചെറിയുള്ളി കുറച്ച് അധികം ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഒരുപാട് ചേർക്കേണ്ട, എന്നാലും കുറച്ചധികം ചേർത്താൽ നമ്മുടെ ബിരിയാണിക്ക് നന്നായിട്ടൊന്ന് മായം കിട്ടും കേട്ടോ ചെറിയുള്ളി. ഇതാണ് റാവുത്തർ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരിക, വെളുത്തുള്ളിയും ചെറിയുള്ളിയും. പിന്നെ ഇഞ്ചി ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി എപ്പോഴും കുറച്ചെടുക്കാൻ നോക്കാം കേട്ടോ. ഇഞ്ചി ഒരുപാട് ഇട്ടാൽ ബിരിയാണി ഒന്ന് കുത്തുന്ന പോലെ ആവും. അപ്പോൾ ഇഞ്ചി ഒന്ന് കുറച്ച് ഇടാൻ ഒന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതൊക്കെ ഒന്ന് മസാല ഈ വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. നന്നായിട്ടൊന്ന് വാടിയ ശേഷം തക്കാളിയൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 തക്കാളിയാണ്. വലിയ തക്കാളി. എപ്പോഴും പഴുത്ത തക്കാളി ഒന്ന് എടുക്കാൻ നോക്കണേ. പഴുത്ത തക്കാളി എടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു കളറും നല്ലൊരു ടേസ്റ്റാണ്. ഒരിക്കലും അരച്ച് ചേർക്കരുത്. ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചേർക്കാൻ നോക്കാം കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്താൽ വേഗം ഒന്ന് തക്കാളി ഒന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞതിന് ശേഷമേ നമുക്ക് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് മല്ലിത്തളിയും പുതിനയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എപ്പോഴും ബിരിയാണിക്ക് മല്ലിത്തളിയും പുതിനയും ഒന്ന് എടുക്കാൻ നോക്കണം. അതൊരിക്കലും സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ. എപ്പോഴും മല്ലിത്തളിയും പുതിനയാണ് കൂടുതൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് തരാൻ നോക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. അതിപ്പോൾ 2 സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് പോലെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇത് 3 ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇതൊന്ന് 3 എപ്പോഴും പൊടിച്ച് വെക്കുക കേട്ടോ. ഈ പട്ട, ഗ്രാമ്പ്, ഏലക്ക മാത്രം പൊടി ചേർത്താൽ മതി. വേറെ ഒരു പൊടിയും ചേർക്കണ്ട കേട്ടോ. റാവുത്തർ ബിരിയാണിക്ക് ഈ 3 പൊടിയും കൂടിയിട്ട് പൊടിച്ചത് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. വേറെ ഏത് പൊടിയും ഒന്നും ചേർക്കണ്ട. അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
ഈ പൊടി മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് ടേസ്റ്റുള്ള ഈ റാവുത്തർ ബിരിയാണി ഒന്ന് കിട്ടുള്ളൂ. അതിന് ശേഷം ഞാനിവിടെ മട്ടനിൽ നന്നായി കഴുകിയ ശേഷം കുക്കറിൽ ഒരു 5 വിസിൽ വെച്ചു കേട്ടോ. വെറും വെള്ളവും ഉപ്പും കുറച്ച് ഓയിലും ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. വെള്ളം തെറിക്കാണ്ടിരിക്കാൻ ഞാൻ ഒരു സ്പൂണൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാനിവിടെ മട്ടന് എടുത്തിട്ടുണ്ട് കേട്ടോ. മട്ടൻ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക, ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓയിലും ഉപ്പും ഈ മട്ടനും ഒരു 5 വിസിലോളം വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് ഓരോരോ മട്ടൻ്റെ വേവ് അനുസരിച്ച് പോലെയാണ് കേട്ടോ. അപ്പോൾ അടുത്തത് ഞാൻ ചേർക്കുന്നത് തൈരാണ് കേട്ടോ. അത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് കേട്ടോ. എപ്പോഴും മിൽമ തൈരൊന്ന് ചേർക്കാൻ നോക്കണം കേട്ടോ. അതാവുമ്പോൾ നല്ലൊരു പുളിപ്പുണ്ടാവും. ഈ തൈര് അത്ര ഒരു മധുരം പോലെ ഉണ്ടാവും. ഇത് സലാഡിനൊക്കെ ഉപയോഗിക്കുക. എപ്പോഴും മിൽമാൻ്റെ തൈരൊന്ന് പച്ച പാക്കറ്റുള്ള തൈരൊന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ എടുത്ത പാത്രത്തിൽ തന്നെ ഞാൻ അരിയൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ അരി അളന്ന വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് എപ്പോഴും അരി ഒരു അരമണിക്കൂറല്ല ഒരു 15 മിനിറ്റോളം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്ന് ഊരാൻ വെച്ച ശേഷം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അരിയൊന്നും നമുക്ക് വേഗം ഒന്നും വെന്ത് കിട്ടില്ല. ആ പാത്രത്തിൽ തന്നെ അരിയെടുത്ത പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കുക. ഫുള്ളായിട്ട് വെള്ളം എടുക്കുക. അരിൻ്റെ അളവനുസരിച്ച് പോലെ ആ പാത്രത്തിലെടുത്ത വെള്ളം എടുത്തതിന് ശേഷം പിന്നെ മട്ടൻ്റെ വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും വെള്ളം ഒന്ന് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് നമുക്ക് കൂടുതലായി പോയാൽ കുഴഞ്ഞ് കിട്ടുന്നുണ്ടോ ബിരിയാണി. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് ചേർക്കാൻ നോക്കട്ടെ. എപ്പോഴും അളന്ന പാത്രത്തിലുള്ള അരിൻ്റെ ആ വെള്ളവും പിന്നെ ഈ മട്ടനിൽ നമ്മൾ വേവിച്ചില്ലേ ആ വെള്ളവും കൂടിയിട്ട് ഒന്ന് എടുക്കാൻ നോക്കട്ടെ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇപ്പോൾ കണ്ടില്ല, നമ്മൾ ടേസ്റ്റായി ബിരിയാണി നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ബിരിയാണി കേട്ടോ. എല്ലാവരും